ഹലോ ഗൈസ്, നമുക്കിന്നൊരു ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മളിങ്ങനെ ഈവനിങ് ഇരുന്നപ്പോൾ ജസ്റ്റ് ഒരു മാഗി കഴിക്കണമെന്ന് തോന്നി നമ്മളങ്ങനെ മാഗി ഉണ്ടാക്കിയത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം അതിനകത്തുനിന്ന് കിട്ടുന്ന ആ പൊടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ലപോലെ ഇളക്കണം. ഇളക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ പൊടി കട്ടയായിട്ടൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാനാണ്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന മാഗി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് യിപ്പിയാണ്. യിപ്പിയുടെ ബിഗ്ഗായിട്ടുള്ളൊരു പാക്ക് വാങ്ങിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കി നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എനിക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടി അത് ഇതൊക്കെ പൊട്ടിച്ചിട്ട് ശേഷം വെള്ളത്തിലിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗിവ് അവേയുടെ കാര്യം പറയാം. നമുക്കിനി ഗിവ് അവേക്ക് ഇനി വെറും 8 ദിവസം കൂടെ ഉള്ളൂ. 8 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഗിവ് അവേ വിന്നറാകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ചാൻസാണ്. നിങ്ങൾക്ക് ഇനിയും ഗിവ് അവേ ആ വിന്നറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള സമയമുണ്ട്. ഇനി നമ്മൾ നവംബർ 8-നാണ് നോക്കുന്നത്. അപ്പം നിങ്ങൾ പോയി ഗിവ് അവേയിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്ക്. അതിനുശേഷം ആ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഗിവ് അവേയുടെ കാര്യം പറഞ്ഞത് ആരും മറക്കരുത്. എല്ലാവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നിന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇലയുടെ പ്ലേറ്റിലേക്ക് നമുക്കിന്ന് സെർവ് ചെയ്യാം. നമുക്കിത് കുറച്ച് എടുത്തതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് പ്ലേറ്റ് ഇതാണ്. നിങ്ങൾക്കും ഇത് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്കും എന്നെപ്പോലെ ഇതുപോലത്തെ പ്ലേറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ സ്പൂണൊക്കെ ഇട്ടതിന് ശേഷം ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളും കഴിച്ച് നോക്കുക. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കുകയാണ്. പ്രത്യേകിച്ച് മാഗി ടേസ്റ്റൊക്കെ പോലെ തന്നെയുള്ളൂ. നല്ല രസമാണ്. അപ്പോൾ ബൈ.